എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് കേട്ടോ. ഈ ഒരു വട്ടയപ്പം നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. പഞ്ചസാര വെച്ച് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ശർക്കര വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണെന്ന് തന്നെ പറയാം. അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പച്ചരിയാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇതൊരു 3-4 തവണ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തൊരു 4 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ ഒരു 4 മണിക്കൂറോളം കുതിർത്തി എടുത്തിരിക്കുന്ന പച്ചരിയാണിത്. ഇത് വീണ്ടും കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി അതിനെ വെള്ളം ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ശർക്കരയാണ്. 1 കപ്പ് പച്ചരിക്ക് 200 ഗ്രാം അളവിൽ ശർക്കര കറക്റ്റ് അളവാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 400 ഗ്രാം അളവിൽ കറക്റ്റ് ശർക്കരയാണ് കേട്ടോ. കൂടുതലും ഇല്ല കുറവുമില്ല, കറക്റ്റ് മധുരമായിരിക്കും. 2 കപ്പ് പച്ചരിക്ക് 400 ഗ്രാം ശർക്കര. അപ്പോൾ 400 ഗ്രാം ശർക്കര ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്ര കട്ടിയില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഉറപ്പുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 400 ഗ്രാം. ഇതിലേക്ക് നമുക്ക് കറക്റ്റ് നമ്മൾ പച്ചരിയൊക്കെ അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ, ശർക്കര ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര പൂർണ്ണമായിട്ടും ഉരുകി വന്നതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ഇതുപോലെ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ശർക്കരയിൽ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരിച്ച് വേണം ഈ ഒരു ശർക്കരപ്പാനി എടുക്കാൻ വേണ്ടിയിട്ട്. അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ, ഞാനിപ്പോൾ ഇവിടെ വെള്ള അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 1 കപ്പ് നമ്മൾ പച്ചരി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ അവലാണ് വേണ്ടത്. നമ്മളിതിലേക്ക് കപ്പി കാച്ചൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഏറെ തന്നെ അവലെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പഞ്ചസാര വെച്ചിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കപ്പി കാച്ചി കുറച്ച് അളവിലാണ് അവല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് ഏറെ തന്നെ 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കപ്പി കാച്ചേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു അവലൊന്ന് മുങ്ങിക്കിടന്ന് അതൊന്ന് കുതിർന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ആ ഒരു അവല് നമുക്കൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവല് നന്നായിട്ട് നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പം നമ്മൾ അവല് കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത ഒരു വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ല, നന്നായിട്ട് അതിൽ കുതിർന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ അതൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുതിർത്തി എടുത്തിരിക്കുന്ന പച്ചരി അതിൻ്റെ ഒരു വെള്ളം ഫുള്ളായിട്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന അവലില്ലേ, ആ ഒരു അവല് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് നമുക്ക് ആ ഒരു പച്ചരി അളന്നിട്ടെടുത്ത സെയിം കപ്പിൽ തന്നെ നമ്മൾ പച്ചരി 2 കപ്പല്ല എടുത്തത്. അപ്പോൾ 2 കപ്പ് അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങയും വേണം. 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. 2 തവണയായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതുപോലെ പകുതി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു പച്ചരിയും അവലും തേങ്ങയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കരപ്പാനിയുടെ ഒരു ചൂട് പൂർണ്ണമായിട്ടും പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ചെറിയ ഉരുണ്ട ഒരു ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഈസ്റ്റും കുറച്ച് ചെറു ചൂടുവെള്ളവും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെക്കുമ്പോഴത്തേക്കും ആ ഒരു മിക്സ് നന്നായിട്ട് പൊങ്ങി വരും. അത് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അത് തീർത്തും ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളൊരു ശർക്കരപ്പാനി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ വെള്ളം കൂടാണ്. 1 കപ്പും കൂടി ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. പക്ഷെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഒരു 1 കപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ശേഷം നമ്മളൊരു 1 കപ്പ് വെള്ളം എടുത്തതിൽ 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ ശർക്കരപ്പാനിയുടെ കൂടെ വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് രണ്ടാമത് അരച്ചെടുത്തിരുന്നത്. വീണ്ടും 1/2 കപ്പോളം മിച്ചം വന്നിട്ടുണ്ട്. ആ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. പിന്നെ 1 കപ്പും കൂടി വെള്ളം എടുത്ത് അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ടോട്ടലി 2 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് പൊങ്ങി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂറും കൊണ്ട് പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമയം കുറച്ച് കൂടിയെന്ന് വരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു മാവ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനിത് വീണ്ടും ഒരുപാട് ഇട്ടം ഇളക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആ ഒരു വട്ടയപ്പം റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് വലിയ കട്ടിയുള്ള വട്ടയപ്പം അല്ലാട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. തീരെ ചെറിയ വട്ടയപ്പം അല്ല, എന്നാൽ അത്യാവശ്യം കട്ടി കുറഞ്ഞ വട്ടയപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഒരുപാട് വീതിയുള്ള വലിപ്പമുള്ള വട്ടയപ്പം കഴിക്കുന്നതിൽ നല്ലത് ചെറിയ വട്ടയപ്പം കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു വലിപ്പമുള്ള തവിയിൽ ഒരു 5 തവി മാവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് നന്നായിട്ട് വെട്ടി തിളച്ച് കിടക്കുകയാണ്. അതിലേക്ക് ഒരു ഇഡലി തട്ടും കൂടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡലി തട്ട് ഇതുപോലെ കമത്തിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, കാരണം ഒരു പാത്രം ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമ്മളിത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ കറക്റ്റ് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു പാത്രത്തിന്റെ ചൂടിന്ന് കുറഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ പതിയൊന്ന് വിടിയിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പതിയൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പഞ്ചസാര വെച്ചിട്ട് വെള്ള വട്ടയപ്പത്തിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ബേക്കറി സ്റ്റൈലിൽ നല്ല വെള്ള പഞ്ഞി പോലുള്ള വട്ടയപ്പത്തിന്റെ. അത് നല്ല സൂപ്പർ വട്ടയപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ശർക്കര ചേർത്തിട്ടല്ലാത്ത പഞ്ചസാര ചേർത്തിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ശർക്കര വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.